ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ദിവസങ്ങളിൽ കുട്ടികളോട് സംസാരിക്കുന്ന ഇംഗ്ലീഷാണ് നമ്മൾ ഈസിയായി മനസ്സിലാക്കുന്നത്, അല്ലേ? അതിരാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ പല്ല് തേച്ച് കുളിച്ച് ഭക്ഷണം കഴിച്ച് സ്കൂളിലേക്ക് പോകാൻ റെഡിയാകുന്നത് വരെയുള്ള സെന്റൻസുകളെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഈ വീഡിയോയിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ തയ്യാറെടുപ്പുകളെ പറ്റിയുള്ള ഇതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം, തുടങ്ങാം. ഫസ്റ്റ് സെന്റൻസ്, put on your shoes. Put on, ധരിക്കുക. Your, നിന്റെ. Shoes, ചെരുപ്പ്. Put on your shoes. Put on എന്നതൊരു ഫ്രേസൽ വേർബാണ്. ഇതിന്റെ അർത്ഥം ധരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പച്ച മലയാളത്തിൽ പറയുമ്പോൾ ഇടുക. Put on your shoes, ഷൂ ഇടൂ. Put on your shirt, ഷർട്ട് ഇടൂ. Put on your pants, pants ഇടൂ. അപ്പം put on your shoes എന്ന് മീനിങ് ഷൂ ധരിക്കൂ. ഓക്കെ, then next one. അതിനുശേഷം where is your school bag? Where, എവിടെ. is, ആണ്. your, നിന്റെ. സ്കൂൾ ബാഗ്. അപ്പം വേർ ഈസ് യുവർ സ്കൂൾ ബാഗ് എന്ന് ചോദിച്ചാൽ നിന്റെ സ്കൂൾ ബാഗ് എവിടെയാണ്? സ്കൂൾ ബാഗ് എവിടെ? എവിടെ. ഇനി അടുത്തത്, ഡു യു ഹാവ് എവറിത്തിങ്? ഡു യു ഹാവ്, നിനക്കുണ്ടോ, അല്ലെങ്കിൽ നിന്റെ അടുത്തുണ്ടോ, നിന്റെ അടുത്തുണ്ടോ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഡു യു ഹാവ്. ഡു യു ഹാവ് എ പെൻ? നിന്റെ അടുത്തൊരു പേനയുണ്ടോ? ഡു യു ഹാവ് എ പെൻസിൽ? നിന്റെ അടുത്തൊരു പെൻസിൽ ഉണ്ടോ? അപ്പം ഡു യു ഹാവ് എവറിത്തിങ്, എല്ലാം. എല്ലാം. അപ്പോ ഡു യു ഹാവ് എവറിത്തിങ് എന്ന് ചോദിച്ചാൽ എല്ലാം എടുത്തിട്ടുണ്ടോ എന്നാണ്. ഡു യു ഹാവ് എവറിത്തിങ്, എല്ലാം എടുത്തിട്ടുണ്ടോ. ബുക്കും പേനയും ലഞ്ച് ബോക്സും കുടയും എല്ലാം എടുത്തിട്ടുണ്ടോ എന്നാണ്. ഇനി കുട്ടിയെ സ്കൂളിലേക്ക് ചിലപ്പോൾ കൊണ്ടുവിടുകയായിരിക്കും, അല്ലെങ്കിൽ ബസ്സിൽ കയറ്റി വിടുകയായിരിക്കും. അപ്പം ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ലെറ്റ്സ് ഡു, നമുക്ക് ചെയ്യാം. ലെറ്റ്സ് റീഡ്, നമുക്ക് വായിക്കാം. സോ ലെറ്റ്സ് ഗോ, നമുക്ക് പോയാലോ. ഇനി ബി കെയർഫുൾ. ബി, ഇതൊരു മാജിക്കൽ വേർഡ് തന്നെയാണ്. ഇംഗ്ലീഷിലെ ആയിരിക്കുക എന്നാണ് ബി എന്ന വാക്കിന്റെ അർത്ഥം. കെയർഫുൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, അല്ലേ? അപ്പോൾ ബി കെയർഫുൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം എന്നർത്ഥം വരും. ബി കെയർഫുൾ, ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ, ഹാവ് എ നൈസ് ഡേ. ഹാവ് എ നൈസ് ഡേ മീനിങ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത സെന്റൻസ്, see you in the evening. see you, നിന്നെ കാണാം. in the evening, വൈകുന്നേരം. in the evening, വൈകുന്നേരം. in the morning, രാവിലെ. in the afternoon, ഉച്ചയ്ക്ക് ശേഷം. in the evening, വൈകുന്നേരം. see you in the evening,
വൈകിട്ട് കാണാം. വൈകിട്ട് കാണാം. നെക്സ്റ്റ് വൺ, ലിസൺ ടു യുവർ ടീച്ചർ. ലിസൺ, കേൾക്കുക. ടു യുവർ, നിന്റെ. ടീച്ചർ, ടീച്ചറിനെ. ലിസൺ ടു യുവർ ടീച്ചർ, ടീച്ചറിനെ. ടീച്ചർ പറയുന്നത് കേൾക്കണം. ടീച്ചർ പറയുന്നത് കേൾക്കണം. നെക്സ്റ്റ് വൺ, ബിഹേവ് വെൽ അറ്റ് സ്കൂൾ. ബിഹേവ്, പെരുമാറുക. വെൽ, നന്നായി. അറ്റ് സ്കൂൾ, സ്കൂളിൽ. അറ്റ് ഓഫീസ്, ഓഫീസിൽ. അറ്റ് റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിൽ. അറ്റ് സ്കൂൾ, സ്കൂളിൽ. ബിഹേവ് വെൽ അറ്റ് സ്കൂൾ. സ്കൂളിൽ നന്നായി പെരുമാറണം. സ്കൂളിൽ നന്നായി പെരുമാറണം. ഇനി പറയുകയാണ്, ഡോണ്ട് ഫൈറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഡോണ്ട്, അരുത്, അരുത്, അല്ലെങ്കിൽ ചെയ്യരുത്. ഫൈറ്റ്, അടികൂടുക. വിത്ത് യുവർ, വിത്ത് യുവർ ഫ്രണ്ട്സ്, നിന്റെ ഫ്രണ്ട്സുമായിട്ട്. കൂട്ടുകാരുമൊത്ത്, കൂട്ടുകാരുമൊത്ത്. ഡോണ്ട് ഫൈറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്, കൂട്ടുകാരുമായി അടിപിടി കൂടരുത്. കൂട്ടുകാരുമായി വഴക്കിടരുത്. കൂട്ടുകാരുമായി വഴക്കിടരുത് എന്നാണ് അർത്ഥം, അല്ലേ? ഇനി നമ്മൾ സ്കൂളിലൊക്കെ പോയി തിരിച്ചു വന്നതിന് ശേഷം ചോദിക്കുകയാണ്, ഹൗ വാസ് യുവർ ഡേ? ഹൗ, എങ്ങനെ. വാസ്, ആയിരുന്നു. യുവർ ഡേ, നിന്റെ ദിവസം. ഹൗ വാസ് യുവർ ഡേ, നിന്റെ ദിവസം എങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ഹൗ ഈസ് യുവർ ഡേ, നിന്റെ ദിവസം എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ്. ഇന്ന്, അല്ലെങ്കിൽ ഇന്ന് എങ്ങനെയായിരുന്നു, ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു എന്നാണ് ചോദ്യം. ഇനി ഹൗ വാസ് സ്കൂൾ ടുഡേ? ഹൗ വാസ്, എങ്ങനെയായിരുന്നു. എങ്ങനെ ആയിരുന്നു സ്കൂൾ ടുഡേ, സ്കൂളിൽ. അപ്പോൾ സ്കൂളിൽ എന്തൊക്കെയായിരുന്നു എന്നാണ്. ഇന്ന് സ്കൂൾ എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന് സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? പലരും ഇത്തരം സെന്റൻസുകൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പഠിക്കാറുണ്ടെന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സെന്റൻസുകൾ എഴുതി വെച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ബൈഹാർട്ട് ചെയ്യുക, ഇന്റേണലൈസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിഡ് യു എൻജോയ് യുവർ ഡേ? ഡിഡ് യു, നീ ചെയ്തോ, നീ ചെയ്തോ എന്നാണ് അർത്ഥം. എൻജോയ്, ആസ്വദിക്കുക, ആസ്വദിക്കുക. യുവർ ഡേ, നിന്റെ ദിവസം. അപ്പോൾ ഡിഡ് യു ഡു, നീ ചെയ്തോ. ഡിഡ് യു റീഡ്, നീ വായിച്ചോ.
ഡിഡ് യു റൈറ്റ്, നീ എഴുതിയോ? ഈ ഫ്രേസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡിഡ് യു എൻജോയ് യുവർ ഡേ? ഇന്നത്തെ ദിവസം നീ ആസ്വദിച്ചോ? ഇന്ന് ആസ്വാദ്യകരമായിരുന്നോ? നീ ഇന്ന് എൻജോയ് ചെയ്തു. അടുത്തത്, വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? വാട്ട് ഡിഡ് യു, എന്ത് ചെയ്തു? വാട്ട് ഡിഡ് യു, നീ എന്ത് ചെയ്തു? നീ എന്ത് ചെയ്തു? ഓരോ ഫ്രേസസ് ആണ് നമ്മൾ ഓരോ സെന്റൻസിലും പഠിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് 100 കണക്കിന് സെന്റൻസുകൾ ഉണ്ടാക്കാം. വാട്ട് ഡിഡ് യു, നീ എന്ത് ചെയ്തു? ലേൺ, പഠിക്കുക. ടുഡേ, ഇന്ന്. അപ്പം വാട്ട് ഡിഡ് യു ലേൺ ടുഡേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ടോട്ടലായിട്ടുള്ള അർത്ഥം വരുമ്പോൾ ഇന്ന് എന്താണ് പഠിച്ചത്? എന്താണ് പഠിച്ചത് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിഡ് യു ഹാവ് ലഞ്ച്? ഡിഡ് യു ഹാവ്, ഡിഡ് യു ഹാവ് എന്ന് ചോദിച്ചാൽ നീ കഴിച്ചോ? ഡിഡ് യു ഹാവ്, നീ കഴിച്ചോ? നീ കഴിച്ചോ, ഭക്ഷണം കഴിച്ചോ? ലഞ്ച്, ഉച്ചഭക്ഷണം. അപ്പോൾ അർത്ഥം, ഡിഡ് യു ഹാവ് ലഞ്ച്? ഉച്ചഭക്ഷണം കഴിച്ചിരുന്നോ? ഉച്ചഭക്ഷണം കഴിച്ചിരുന്നോ? കൊണ്ടുപോയ ഉച്ചഭക്ഷണം കഴിച്ചിരുന്നോ? കഴിച്ചോ എന്നാണ് ചോദ്യം. അപ്പോൾ ഡിഡ് യു ഡു, നീ ചെയ്തോ? ഡിഡ് യു ഹാവ് ലഞ്ച്, നീ കഴിച്ചോ? അപ്പോൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തു, ഈറ്റ് എന്നതിന് പകരം ഭക്ഷണം കഴിച്ചോ, കഴിക്കുകയാണോ, കഴിച്ചു എന്നൊക്കെ പറയാം ഹാവ് അല്ലെങ്കിൽ ഹാവിന്റെ പാസ്റ്റ് ടെൻസ് ആയുള്ള ഹാഡ് ആണ് ഉപയോഗിക്കുക. ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്, ലഞ്ച് കഴിച്ചോ? ഹാവ് യു ഹാഡ് യുവർ ഡിന്നർ, ഡിന്നർ കഴിച്ചോ? യെസ്, ഐ ഹാവ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച്, ഞാൻ ലഞ്ച് കഴിച്ചു. ഈറ്റിന് പകരം ഹാവ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, വാഷ് യുവർ ഹാൻഡ്സ്. വാഷ്, കഴുകുക. യുവർ, നിന്റെ, ഹാൻഡ്സ്, കൈകൾ. വാഷ് യുവർ ഹാൻഡ്സ്, നിന്റെ കൈകൾ കഴുകൂ. കൈകൾ കഴുകൂ. ഇനി ചേഞ്ച് യുവർ ക്ലോത്ത്സ്. ചേഞ്ച് യുവർ ക്ലോത്ത്സ്, വസ്ത്രം മാറൂ. വസ്ത്രം മാറൂ. ചേഞ്ച് മീൻസ് മാറുക, മാറുക. യുവർ ക്ലോത്ത്സ്, നിന്റെ വസ്ത്രങ്ങൾ. നിന്റെ വസ്ത്രങ്ങൾ. വസ്ത്രം മാറൂ എന്നാണ് ചേഞ്ച് യുവർ ക്ലോത്ത്സ്. വസ്ത്രം മാറൂ. ഞാൻ ഡിജിറ്റൽ പേന കൊണ്ട് എഴുതുന്നത് കൊണ്ടാണ് എൻ്റെ കയ്യക്ഷരം അത്ര നന്നാവാത്തത്. ഞാൻ പരമാവധി നന്നാക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ സമയപരിധിക്കുള്ളിൽ എഴുതി തീർക്കണമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കുമല്ലോ. നെക്സ്റ്റ് വൺ, കീപ് യുവർ ബാഗ് ദേർ. കീപ്, സൂക്ഷിക്കുക. യുവർ ബാഗ്, നിന്റെ ബാഗ്. നിന്റെ ബാഗ്. ദേർ, അവിടെ. അപ്പം മുഴുവൻ സെന്റൻസിന്റെ അർത്ഥം വരുമ്പോൾ എങ്ങനെ വരും? ബാഗ് അവിടെ വയ്ക്കൂ എന്നാണ് അർത്ഥം. ടേക്ക് സം റെസ്റ്റ്. ടേക്ക്, എടുക്കുക. സം, കുറച്ച്. റെസ്റ്റ്, വിശ്രമം. അപ്പം ടേക്ക് സം റെസ്റ്റ് മീൻസ് കുറച്ച് വിശ്രമിക്കൂ. കുറച്ച്
വിശ്രമിക്കൂ. ഇന്ന് നമുക്ക് ഇത്ര മതി. ഒരുപാട് സെന്റൻസുകൾ നമ്മൾ എടുത്താൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അപ്പോൾ എത്ര ഈസി ആയാണ് നമ്മൾ കുട്ടികളോട് സംസാരിക്കാനുള്ള ഇംഗ്ലീഷ് മനസ്സിലാക്കിയത്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ്. കാരണം കുട്ടികളോട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി. അപ്പോൾ ഈ വീഡിയോയുടെ അടുത്ത പാർട്ടുണ്ട്, അതുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. We'll catch you in the next video. Bye-bye.